ആരാ ഖദീജ എന്നറിയോ? ആരാ ഖദീജ എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്കാ? ഖദീജയ്ക്ക് വേണ്ടി. എന്തിനാണ് ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ? ആ കൊട്ടാരം അല്ലാഹു പ്രതിഫലമായി കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. അല്ലാഹുവേ, 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. 25 വർഷത്തിന്റെ ഇടയിൽ കല്യാണം കഴിച്ച അന്നു മുതൽ മരിക്കുന്ന ദിവസം വരെ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഖദീജയുടെ ശബ്ദം ഉയർന്നിട്ടില്ല. ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ 15 വയസ്സു കൂടുതലാണ്. എന്നിട്ട് പോലും തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തവളാ ഖദീജ. ആ ഖദീജയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം. ഈ ഖദീജയാണ് നബിതങ്ങളോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, പോകാ സമയമായി നബിയേ, പൊരുത്തം തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. പറയല്ലേ ഖദീജ, ചോദിക്കല്ലേ ഖദീജ, നിന്നെ കുറിച്ച് പറയാൻ ഒരു പരാതിയില്ല ഖദീജ, നിന്നെ കുറിച്ച് പറയാൻ എനിക്ക് പരാതിയില്ല. എല്ലാം പൊരുത്തമാ ഖദീജ, എല്ലാം പൊരുത്തമാ ഖദീജ. നബി തങ്ങളുടെ കണ്ണ് നിറയുന്നടോ. റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യ യാത്ര പറയുമ്പോ നബി തങ്ങൾ കരയുകയാ. നിനക്ക് പൊരുത്തമാണെന്ന് പറയുമ്പോ ഖദീജ ബീവി ചാടി എഴുന്നേറ്റിട്ട് നബി തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ചുംബനം കൊടുത്തടോ. സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുകയാ. കാരണം ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ, ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ. ആ 65 വയസ്സുള്ള ഖദീജ എന്ന ഉമ്മയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, 3 ആഗ്രഹമാണ് ഇനി ബാക്കിയുള്ളത്. 3 ആഗ്രഹം എനിക്കുണ്ട് നബിയേ. എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ നബിയേ? എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല നബിയേ. എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല നബിയേ. ഇനി കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. എന്റെ ശരീരം ആരും കാണരുത്, എനിക്കിഷ്ടമല്ല നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കുമോ നബിയേ? നിങ്ങൾ കുളിപ്പിക്കുമോ നബിയേ? ഒരു പെണ്ണുപോലും എന്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. ആരും കാണണ്ട, നിങ്ങൾ കണ്ട ശരീരം ഇനി ഒരാളും കാണണ്ട നബിയേ. എന്റെ മയ്യത്ത് കുളിപ്പിക്കുമോ നബിയേ? 65-ാമത്തെ വയസ്സിൽ ഖദീജ കൊച്ചുകുട്ടിയെ പോലെ കരയുകയാണ്. തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ ശരീരം വേറെ ആരെയും കാണിക്കരുത്, നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ റസൂല് സമ്മതിച്ചടോ. നബി തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ കുളിപ്പിക്കാ ഖദീജ. ഇനി നിന്റെ 2ാമത്തെ ആഗ്രഹം എന്താ? യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് പൊതിയുമ്പോ 3 കഷ്ടം തുണിയെടുത്തിട്ട് എന്റെ ജനാസ പൊതിയുമ്പോ നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എനിക്ക് തരുമോ നബിയേ? നിങ്ങളില്ലാതെ ഞാൻ ഉറങ്ങില്ല നബിയേ, നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ ഈ ഖദീജ ഖബറിനകത്ത് കിടക്കണമല്ലോ. ഞാൻ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റൂല, നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ. നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം നബിയേ, നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം. അതുകൊണ്ട് നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫൻ തുണിക്കകത്ത് വെക്കുവോ നബിയേ?
അല്ലാഹുവിന്റെ റസൂല് സമ്മതിച്ചടോ. ഇതാ പെങ്ങളെ സ്നേഹമെന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാതെ ഉറങ്ങില്ല, ഭർത്താവില്ലാതെ സമാധാനമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് ഖദീജ പറയുകയാ, മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ഖബറിനകത്തിറങ്ങണേ നബിയേ, എന്റെ ഖബറിനകത്ത് നിങ്ങൾ വേണം ഇറങ്ങാൻ, നിങ്ങളുടെ കൈകൊണ്ട് വേണം എന്നെ ഇറക്കി വെക്കാൻ, നിങ്ങളുടെ കൈകൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിച്ചടോ. 65 വയസ്സുകാരിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ഖദീജ ലോകത്തോട് വിട പറയുകയാ, ലോകത്തോട് വിട പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാസ കുളിപ്പിക്കുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാ ഖദീജയെ കുളിപ്പിച്ചത്. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം ഖദീജ ബീവിക്ക് കിട്ടിയടോ. അല്ലാഹുവിന്റെ റസൂലാണ് അവിടുന്ന് പടച്ചവനെ കുളിപ്പിച്ചത്. കഫം പുതിയ സമയമായപ്പോ തന്റെ ചുമലിൽ കിടക്കുന്ന ഷാൾ എടുക്കുകയാ, റസൂലുള്ളാഹി തങ്ങളെ ചുംബിക്കുകയാ. ആ തുണിയിലേക്ക് ചുംബിച്ചടോ. എന്നിട്ട് ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെക്കുകയാണ്. അവസാനം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഖബറിലേക്ക് ഇറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഖബറിനകത്തിറങ്ങി, അല്ലാഹുവിന്റെ റസൂൽ ഖബറിനകത്തിറങ്ങി. ഖദീജ ബീവിയുടെ ജനാസയങ്ങ് താങ്ങി വെക്കുകയാണ്. അവസാനം ഖദീജ ബീവിയുടെ ആ മുഖത്തിനടിയില് മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. നബി തങ്ങൾ പിടിമണ്ണ് വാരി വെച്ചിട്ട് തല ഉയർത്തുമ്പോ ഖദീജയുടെ കഫം തുണി നനയുകയാ. സഹിക്കാൻ പറ്റിയില്ല നബി തങ്ങൾക്ക്. സങ്കടമായടോ. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി. നബി തങ്ങൾ മരിക്കുവോളം ഖദീജയെ മറന്നില്ല. വേറെ ഒരുപാട് വിവാഹം കഴിച്ചു, പ്രായം കുറഞ്ഞവരെ വിവാഹം കഴിച്ചു. എന്നാലും അല്ലാഹുവിന്റെ റസൂലിന് ഖദീജ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സ്നേഹമാ. ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താ നബി തങ്ങളെ ഖദീജയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ കൊടുത്തു വിടുമായിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും നബി തങ്ങൾ പറയും ഖദീജ അങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. മറ്റുള്ള ഭാര്യമാരോട് നബി തങ്ങൾ ഉപമ പറയുന്നത് ഖദീജയെ കുറിച്ചാ. നിന്നെ പോലെയൊന്നുമല്ല എന്റെ ഖദീജ, അവൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. നബി തങ്ങൾ പറയുന്നത് കേട്ടപ്പോ ആയിഷാ ബീവിക്ക് സഹിച്ചില്ല, ആയിഷാ ബീവിക്ക് സഹിച്ചില്ല. ഒരിക്കൽ പൊട്ടിത്തെറച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമെന്ത്? വേറെ ഭാര്യമാരൊന്നുമില്ലേ? കൊച്ചുകുട്ടി കരയുന്നത് പോലെ മുത്തുനബി കരഞ്ഞടോ. എന്തിനാ? തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ പ്രിയപ്പെട്ടവളെ പ്രായം ചെന്നവളെന്ന് വിളിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, നീയൊന്നും എന്റെ ഖദീജയെ പോലെ ആകില്ല ആയിഷ. ഇതിനാടോ പ്രേമമെന്ന് പറയുന്നത്? ഇതിനാണ് പ്രണയമെന്ന് പറയുന്നത്?